എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി കൃഷ്ണകഥ തുടർന്നും ഞാൻ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ശ്രീകൃഷ്ണാവതാരം നമ്മൾ പറഞ്ഞു നിർത്തി. ശ്രീകൃഷ്ണ ഭഗവാനെ അമ്പാടിയിൽ കൊണ്ടുപോയി കിടത്തി അവിടെ നിന്നും പെൺകുഞ്ഞായ യോഗമായ ദേവിയെ അതുപോലെ തിരിച്ച് മധുരയിലേക്ക് കൊണ്ടുവരുന്ന ഭാഗത്ത് വെച്ചാണ് കഴിഞ്ഞ കഥ ശ്രീകൃഷ്ണാവതാരം പറഞ്ഞു നിർത്തിയത്. വസുദേവർ അമ്പാടിയിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ എടുത്തുകൊണ്ട് തിരിച്ച് മധുരയിലേക്ക് വരികയാണ്. മധുരയിലെത്തി തൻ്റെ കാരാഗൃഹത്തിലേക്ക് കടന്നതും കാരാഗൃഹത്തിൻ്റെ വാതിലൊക്കെ തനിയെ വന്നടഞ്ഞു. വസുദേവരുടെയും ദേവകീ ദേവിയുടെയും കാലുകളിൽ ചങ്ങല വന്ന് തനിയെ കെട്ടി. വസുദേവർ കുഞ്ഞിനെ ദേവകീ ദേവിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആ സമയത്ത് കുട്ടി ഉറക്കെ കരയാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കാവൽക്കാരും കൊട്ടാരത്തിലെ എല്ലാവരും തന്നെ ഉറക്കത്തിൽ നിന്നും ഉണർന്നു. ഉടനെ കാവൽക്കാർ കംസനോട് പോയി പറയുകയാണ് കുട്ടി ജനിച്ചു കഴിഞ്ഞു എന്ന്. അത് കേട്ടപാടെ കംസൻ കാരാഗൃഹത്തിലെത്തി ദേവകീ ദേവിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന കുട്ടിയെ ഉടനെ വാങ്ങുകയാണ്. വാങ്ങി നോക്കിയപ്പോൾ അതൊരു പെൺകുഞ്ഞാണ്. 8ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്നാണ് അശരീരി പറഞ്ഞത്. പക്ഷേ ഇതൊരു പെൺകുഞ്ഞാണല്ലോ, പുത്രന് പകരം പുത്രിയാണല്ലോ. കംസന് ആകെ ഒരു സംശയമായി. അപ്പൊ ഇത് 8ാമത്തെ കുട്ടിയാവില്ലേ? ദേവകീ ദേവി 7ാമത് ഗർഭം ധരിച്ചുവെങ്കിലും കുഞ്ഞുണ്ടായില്ല. അത് കാരണം ഇത് കണക്ക് പ്രകാരം 8ആണ്, എന്നാൽ 8 അല്ലയോ എന്നൊരു സംശയമായ കംസന് എന്തായാലും ഈ കുഞ്ഞിനെയും നമുക്ക് വധിച്ചു കളയാം എന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ ദേവകീ ദേവി കരഞ്ഞ് കംസന്റെ കാല് പിടിച്ച് ചോദിക്കുകയാണ്, ഈ കുഞ്ഞിനെയെങ്കിലും ഞാൻ വളർത്തട്ടെ, ഇതൊരു പെൺകുഞ്ഞല്ലേ, ഏട്ടന് ഈ കുട്ടിയെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാവില്ല, ഞാൻ നന്നായി വളർത്തിക്കോളാം എന്ന് പറയുമ്പോൾ കംസൻ അതൊന്നും ശ്രദ്ധിക്കാതെ ആ കുഞ്ഞിനെ കാല് പിടിച്ച് ഉയർത്തുകയാണ്. ആ സമയത്ത് കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്നും കുതറി ആകാശത്തിലേക്ക് ഉയർന്നു പോയി. അവിടെ 8 കൈകളോടുകൂടി, കൈകളിൽ ദിവ്യ ആയുധങ്ങളോടുകൂടി ദുർഗാദേവിയായി കാത്യായനി മഹാമായായി കംസന്റെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെടുകയാണ്. ആ കാരാഗൃഹത്തിൽ ഉയരെ മുകളിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് കംസനോട് പറയുകയാണ്, നിന്നെ കൊല്ലാനുള്ള കുട്ടി ജനിച്ചു കഴിഞ്ഞു എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ദേവി അപ്രത്യക്ഷയായി. വാസ്തവത്തിൽ ദേവീ ദർശനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ മഹാപുണ്യമാണ്. എത്രയോ കാലം തപസ് ചെയ്യുകയാണ് മഹർഷിമാർ ഒരു നോക്ക് ദേവീ ദർശനം കിട്ടാൻ. ഇവിടെ ദുഷ്ടനാണെങ്കിലും കംസൻ ആ ദർശനം കിട്ടി. പക്ഷെ എന്നാലും നല്ല ബുദ്ധി ഉണ്ടായില്ല. കംസൻ ഉടനെ തന്നെ ദേവകീ ദേവിയെയും വസുദേവരെയും ചങ്ങലയിൽ നിന്നുമൊക്കെ മോചിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. മാത്രമല്ല അവരോട് താൻ നല്ലവനായി എന്ന പോലെ അവർക്ക് ഉപദേശിക്കുകയാണ്. നിങ്ങളുടെ മക്കളെല്ലാം മരിച്ചതിന് കാരണം ഞാനല്ല, ഇതെല്ലാം അവരുടെ വിധിയാണ്, അവർക്ക് മരിക്കണം എൻ്റെ കൈകൊണ്ട് എന്നുള്ളൊരു വിധിയുള്ള കാരണം ഞാൻ അവരെ കൊന്നു, ഇതെല്ലാം വിധിയാണ് എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. തൻ്റെ മുറിയിലേക്ക് പോയ കംസൻ തൻ്റെ മന്ത്രിമാരെ എല്ലാം വിളിച്ച് അവിടെ ഒരു കൂടിയാലോചന നടത്തുകയാണ്. എനിക്കുള്ള അന്തകൻ ജനിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്, ആ കുഞ്ഞിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന്. ഉടനെ മന്ത്രിമാരെല്ലാം ഓരോരോ അവരുടേതായ ആശയങ്ങൾ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. ആ പരിസരത്ത് അടുത്ത കുറച്ചു ദിവസത്തിനുള്ളിൽ ജനിച്ചിട്ടുള്ള എല്ലാ കുട്ടികളെയും നമുക്ക് തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് കംസന്റെ അടുത്ത് ഏൽപ്പിക്കാം, അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാം എന്നങ്ങ് തീരുമാനിക്കുകയാണ്. അത് കംസന് ശരിയാണ് എന്ന് തോന്നി. അങ്ങനെ തന്നെ ചെയ്തോളാൻ കംസനും മന്ത്രിമാർക്ക് അനുവാദം കൊടുക്കുകയാണ്. അത് പ്രകാരം കംസന്റെ എല്ലാ സേവകരും ആ മധുരയുടെ ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലത്തിലും പോയി വളരെ കുഞ്ഞു കുട്ടികളെ, അടുത്തിടെ ജനിച്ച എല്ലാ കുഞ്ഞു കുട്ടികളെയും തെരഞ്ഞു പിടിച്ച് കംസന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരികയാണ്. ആ സമയത്ത് അവരിൽ ഒരാളായ കംസന്റെ പ്രിയ സേവകയായ പൂതന അമ്പാടിയിൽ എത്തിച്ചേരുകയാണ്. തുടർന്നുള്ള കഥ പൂതനാ മോക്ഷം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇതുവരെയുള്ള കഥ കേട്ട് നിങ്ങൾ സുഖമായി ഉറങ്ങണം. ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാരും സുഖമായി ഉറങ്ങണം. തുടർന്നും കഥകൾ കേൾക്കാനായി എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എൻ്റെ പേര് ലളിതാംബിക വിശ്വനാഥൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.